അടുത്തതായി ഞങ്ങൾ എത്തിയത് അലക്സാണ്ട്രിയയിലെ പ്രശസ്തമായ ലൈബ്രറിയുടെ മുന്നിലാണ്. ലൈബ്രറിയോട് ചേർന്നുള്ള ഈ ഒരു ഭിത്തിയിൽ മലയാളത്തിലെ ഉൾപ്പെടെ ലോകത്തിലെ വിവിധ ഭാഷകളിലെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 150 ഈജിപ്ഷ്യൻ പൗണ്ടിൻ്റെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ലൈബ്രറിയിലേക്ക് പ്രവേശിച്ചു. ലൈബ്രറിയെക്കുറിച്ച് വിശദീകരിച്ച് തരുവാനായി ഇവിടെ ലൈബ്രറിയുടെ തന്നെ ഗൈഡ് ഉണ്ടായിരുന്നു. ഈ ലൈബ്രറിയുടെ മെയിൻ ഹാളിൽ നിരവധി പേർക്ക് ഇരുന്ന് ബുക്ക് റെഫർ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. വിവിധ വിഷയങ്ങളിലും ഭാഷകളിലുമൊക്കെയുള്ള നിരവധി ബുക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. പഴയ കാലത്തെ ചില പ്രിന്റിംഗ് പ്രസ്സുകളും മെഷീനുകളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. It was established during Muhammad Ali Pasha, during the reign of Muhammad Ali Pasha, and the first publication of this printing press was an Italian to Arabic dictionary, because Muhammad Ali Pasha used to ലൈബ്രറിയുടെ കാര്യത്തിൽ പുരാതന കാലം തൊട്ടേ പ്രസിദ്ധമാണ് അലക്സാണ്ട്രിയ. ഏകദേശം BC 300-200 കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. പാപ്പറസിൽ എഴുതിയ നിരവധി ഗ്രന്ഥങ്ങൾ ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ജൂലിയസ് സീസറിന്റെ കാലഘട്ടത്തിൽ ശത്രുക്കളുടെ ആക്രമണം തടയുന്നതിനായി കപ്പലുകൾ കിട്ടെത്തി യാദൃച്ഛികമായി അലക്സാണ്ട്രിയ നഗരത്തിലേക്ക് പടരുകയും ഈ ലൈബ്രറി കത്തി നശിക്കുകയുമാണ് ഉണ്ടായത്. ഇതിനു പകരം നിർമ്മിച്ചതാണ് ഈ ഒരു പുതിയ ലൈബ്രറി. 1995 ഈ ലൈബ്രറിയുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ആരംഭിക്കുന്നത്. 2002 ഒക്ടോബർ 16 ഈ ഒരു ലൈബ്രറി ഒഫീഷ്യലായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തു. 2009 ഫ്രാൻസിലെ നാഷണൽ ലൈബ്രറിയിൽ നിന്നും 5 ലക്ഷം ബുക്കുകൾ ഡൊണേഷനായി ലഭിച്ചതോടുകൂടി ഇത് ഒരു വലിയ ലൈബ്രറിയായി മാറി. ലൈബ്രറിക്കകത്തെ കാഴ്ചകൾ മതിയാക്കി അലക്സാണ്ട്രിയ നഗരത്തിലെ മറ്റ് കാഴ്ചകൾ കാണുവാനായി ഞങ്ങൾ പുറത്തേക്ക് നടന്നു. ഫോൺ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ ഡ്രൈവർ ഗേറ്റിനടുത്തേക്ക് അപ്പോഴേക്കും എത്തിയിരുന്നു. ഇനി നമുക്ക് അലക്സാണ്ട്രിയ നഗരത്തിലെ മറ്റ് കാഴ്ചകൾ കാണാം. റോഡിൻ്റെ സൈഡിലായി ട്രാക്കുകൾ കാണുന്നുണ്ട്. ഇവ ട്രാമുകൾക്ക് പോകുവാനുള്ള ട്രാക്കാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു ട്രാം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഭക്ഷണം വാങ്ങുവാനായി ഞങ്ങൾ ഒരു കടയുടെ ഫ്രണ്ടിൽ നിർത്തി. ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ വളരെയധികം പഴക്കമുള്ളവയാണ്. അലക്സാണ്ട്രിയയിൽ തന്നെയുള്ള മൻഷേയ കോർണിഷിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം പോലീസ് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന മാർബിളിൽ തീർത്ത സ്മാരകമാണ് ദ അലക്സാണ്ട്രിയ നേവൽ അൺനോൺ സോൾഡിയർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. കടൽ യുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ സ്മരണയ്ക്കായി മുഹമ്മദ് അലി പാഷയുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ സ്മാരകം. മെഡിറ്ററേനിയൻ സീയുടെ തീരത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്.
കുറച്ചു സമയം കോർണിഷിൽ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ കാറിൽ കയറി വീണ്ടും യാത്ര ആരംഭിച്ചു. കുറച്ചു സമയം അലക്സാണ്ട്രിയ നഗരം ചുറ്റി കണ്ടതിന് ശേഷം കെയ്റോയിലേക്കുള്ള ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു.